ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നയാളാണോ? നീറ്റ്, JEE, CA, സിവിൽ സർവീസ്, PSC എക്സാമുകൾ ഏതുമായിക്കൊള്ളട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ആ ഒരു പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ കടന്നു പോകുന്ന സ്ട്രഗിൾസ്, സ്ട്രെസ്സസ് ഇതിനെല്ലാം അതിജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിനെ ഏറ്റവും നന്നായിട്ട് അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പരീക്ഷകളിൽ ഉയർന്ന വിജയത്തിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ ഈ ഒരു പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ട്രിക്കാണ് ദ ആർട്ട് ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ പ്ലാങ്ക് പൊസിഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എക്സസൈസിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള, ടോർച്ചറസ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് പ്ലാങ്ക്. ഞാൻ മാക്സിമം 2 മിനിറ്റ് പ്ലാങ്കിൽ നിന്നിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും എത്ര സമയം നിന്നിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യും. പറഞ്ഞു വരുന്നത് ഒരു ലോക റെക്കോർഡിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ സമയം പ്ലാങ്ക് പൊസിഷനിൽ നിന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് 9 മണിക്കൂർ 38 മിനിറ്റ് 47 സെക്കൻഡാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും സമയമാണ് ആ ലോക റെക്കോർഡ്. അത് നേടിയ ആൾ ജോസഫ് സലക്ക് എന്ന് പറയുന്ന ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള 50ഓളം വയസ്സുള്ള ഒരു മധ്യവയസ്കനായിട്ടുള്ള ആളാണ്. ആ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയും സ്റ്റാമിന എങ്ങനെയാണ് ഈ മനുഷ്യന് കിട്ടിയതെന്ന്. വാട്ടെവർ, അദ്ദേഹത്തിൻ്റെ ഈ ഗിന്നസ് റെക്കോർഡ് നേടിയതിന് ശേഷം ഗിന്നസ് അതോറിറ്റിയുടെ ആളുകൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതിലവർ ചോദിക്കുകയാണ്, സർ, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും അധികം സമയം ഈ ഒരു പ്രായത്തിലും പിടിച്ചു നിന്നത്, ഈ ഒരു പൊസിഷനിൽ? അതിൻ്റെ ഇടയിൽ നമുക്ക് പലതരത്തിലുള്ള, ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒന്ന് ശരീരം ചൊറിയാൻ മുട്ടിയാൽ ചൊറിയാൻ പറ്റാതിരിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്ന മറുപടി ഉണ്ട്. അതിങ്ങനെയാണ്: എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 9 മണിക്കൂർ അല്ലെങ്കിൽ 9.5 മണിക്കൂർ നിൽക്കുക, ആ സമയത്തുണ്ടാകുന്ന ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ട്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നില്ല ഏറ്റവും വലിയ വെല്ലുവിളി. ഞാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്രയും സമയം നിൽക്കാൻ വേണ്ടി എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക, എൻ്റെ മനസ്സിനെ അതിന് ഉറപ്പുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു. അവിടെ ഞാൻ സ്വീകരിച്ചൊരു ട്രിക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ആർട്ട് ഓഫ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് എന്ന് പറയുന്നൊരു കാര്യമായിരുന്നു എന്ന്. സോ എന്താണ് ഈ അക്സെപ്റ്റൻസ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഇത്തരം പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നം എന്താ? കുറേ സ്ട്രഗിൾസ് വരും. പക്ഷേ ആ സ്ട്രഗിൾസൊക്കെ വരുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവില്ല. നമ്മൾ എങ്ങനെയെങ്കിലും എനിക്ക് ഇത്രയൊന്നും സ്ട്രഗിൾ ഇല്ലാതെ ഇത് മുന്നോട്ട് പോയാൽ നന്നായിരുന്നു, ഞാൻ ഇത്രയൊന്നും കഷ്ടപ്പെടാതെ മുന്നോട്ട് പോയാൽ നന്നായിരുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം, ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ ഉപബോധ മനസ്സിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഒരു സ്ട്രഗിൾ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പ്രിപ്പറേഷനെ കാര്യമായിട്ട് ബാധിക്കും. അതേ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്, ദാറ്റ് ഈസ് ജസ്റ്റ് അക്സെപ്റ്റ്. ജീവിതമെന്ന് പറഞ്ഞാൽ, സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കങ്ങൾ മാത്രമല്ല, ഈസിനെസ് മാത്രമല്ല, കയറ്റങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ നിറഞ്ഞതാണ്. ആ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടാവുക. നമ്മൾ പഠിക്കാൻ പോകുന്ന ആ കോച്ചിങ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സ്, ഇത് ശരിക്കും ഡിഫിക്കൽട്ടാണ്. പക്ഷേ ആ ഡിഫിക്കൽട്ടിയെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൂടെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അതിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇതൊരു സ്ട്രഗിളുള്ള പരിപാടിയാണ്, ഇറ്റ്സ് എ സ്ട്രെസ്ഫുൾ പ്രോസസ്സ്, പക്ഷേ ഐ വിൽ ഡൂ ദിസ്. ഞാനിപ്പോൾ ഈ സ്ട്രെസ്സിലൂടെ, ഈ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വലിയ പ്രശ്നങ്ങൾ, കുറച്ചുകൂടെ വലിയ പ്രതിബന്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നേരിടാൻ ഞാൻ പ്രാപ്തനാവും, ഞാൻ കുറച്ചുകൂടെ ബെറ്റർ പേഴ്സണായിട്ട് മാറും. അത്തരത്തിൽ എന്നെ കൂടുതൽ ബെറ്റർ പേഴ്സൺ ആക്കാനുള്ള ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മളിതിനെ കാണുക, എന്നിട്ട് അതിനെ കൂടെ ഒന്ന് ആസ്വദിച്ച് ആ ഒരു പെയിനെ, നമ്മൾ പറയാറില്ലേ എംബ്രേസ് പെയിൻ അല്ലേ, ആ പെയിനിനെ ആസ്വദിച്ച് അല്ലെങ്കിൽ ആ ഒരു പെയിനിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇത്തരം മാനസികമായിട്ടുണ്ടാകുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ പറ്റും. നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ രസകരമായിട്ട്, കുറച്ചുകൂടെ നമ്മൾ പറയാറില്ലേ ലിവ് വിത്ത് ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ എന്ന്. നമ്മൾ നമ്മുടെ ജീവിതം അതിൻ്റെ എല്ലാ രീതിയിലും അതിനെ നമ്മൾ അറിഞ്ഞ് ജീവിക്കുകയെന്ന്. അതുപോലെ നമ്മളിതിനെ അറിഞ്ഞ് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ രസകരമാക്കാൻ നിങ്ങളെ സഹായിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.